ആടുജീവിതം എന്ന സിനിമയ്ക്ക് ഓസ്കാർ പട്ടികയിൽ ഇടം നേടാനായില്ല. ആ ഒരു സിനിമയ്ക്കായി നടൻ പൃഥ്വിരാജ് വളരെയധികം കഷ്ടപ്പാടുകൾ തരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടെന്ന് അഭിമുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാമൂഹ്യ വ്യവസ്ഥയുടെയും ദുരിത ജീവിതത്തിന്റെയും തീവ്രത കാണിക്കാൻ നജീബിന്റെ ശരീരവും ചിന്തയുമാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ പല്ലുകൾക്കും മുഖഭാവങ്ങൾക്കും പ്രത്യേക ശൈലിയും അതിനായി ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ പൃഥ്വിരാജിനെ നിർബന്ധിതനാക്കിയിട്ടുണ്ട്. ആടുജീവിതത്തിലെ കഥാപാത്രത്തിനായി അദ്ദേഹം പല്ലുകളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയത് എന്ന് നോക്കാം. വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഡോക്ടർ സാറ, ഡെന്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. ഇതിൽ നജീബിന്റെ കഥാപാത്രം ദുരിതങ്ങളും പട്ടിണിയും അനുഭവിച്ച ഒരു പ്രവാസി തൊഴിലാളിയാണ്. ആ ഒരു വൃത്തിക്കുറവും പോഷകക്കുറവിന്റെയും ഒക്കെ തീവ്രത കാണിക്കാൻ പല്ലുകൾ മഞ്ഞ നിറത്തിലും കറയുള്ളതും മങ്ങിയതുമായാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ശരിയായി പല്ലുകളെ കെയർ ചെയ്യാത്ത ഒരാളായി ചിത്രീകരിക്കാൻ പല്ലുകൾ പൊട്ടിയതായും നിരയിലല്ലാതെയും കുറച്ചൊക്കെ പോടുകൾ ഉള്ളതായും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കുന്ന ഒരാളെ സ്വാഭാവികമാക്കി കാണിക്കാൻ ഇതിന് കഴിഞ്ഞു. പൃഥ്വിരാജിന്റെ ഈയൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായി സ്പെഷ്യൽ പ്രോസസ്സസ് അല്ലെങ്കിൽ ഡെന്റൽ മേക്കപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പല്ലുകൾ മുഖവുമായോ ശരീരഭാഷയുമായോ ചേർന്ന് കഥയോട് ചേർന്ന് കാണപ്പെടുന്നുണ്ട്. ഇത് നല്ലൊരു ഭാവന സൃഷ്ടിക്കാൻ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ വായിൽ ആർട്ടിഫിഷ്യൽ പ്രോസസ്സസ് വെക്കുകയും ഡെന്റൽ മേക്കപ്പ് ചെയ്തതുമൊക്കെയാണ് ഇത്തരത്തിൽ മാറ്റം സൃഷ്ടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെയും ഈ പ്രോസസ്സസ് എല്ലാം ഷൂട്ടിങ്ങിന്റെ ഭാഗമായി കൂടുതൽ മണിക്കൂറുകൾ ഉപയോഗിക്കേണ്ടതായി വരുമ്പോൾ ഡിസ്കംഫർട്ടും നാച്ചുറലായി സംസാരിക്കാനും ഭക്ഷണം ചവയ്ക്കുന്നതിനുമൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇമോഷണൽ സീനുകളിലോ ഡയലോഗ് ഡെലിവറിയുടെ സമയത്തൊക്കെ ഈ പ്രോസസ്സസ് ഇന്റർഫിയർ ചെയ്യാത്ത രീതിയിൽ ആക്ടിംഗ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായി വരും. മാത്രമല്ല, മരുഭൂമിയിൽ എക്സ്ട്രീം ചൂടിൽ ഫിലിം ഷൂട്ട് ചെയ്തതുകൊണ്ട് അത്രയും ചൂടിലും ഡ്രൈനസിലും ഈ പ്രോസസ്സസ് ധരിക്കുക എന്നത് അഡീഷണൽ ഡിസ്കംഫർട്ടാണ്. കൂടാതെ വെയിറ്റ് കുറയ്ക്കാനായി സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്തത് അദ്ദേഹത്തിന്റെ നാച്ചുറൽ പല്ലുകളുടെ ആരോഗ്യത്തെയും ബാധിച്ചിട്ടുണ്ട്. റിയൽ ടീത്ത് വീക്കായതുകൊണ്ട് അതിന്റെ മുകളിൽ പ്രോസസ്സസ് ധരിക്കുമ്പോൾ ഈ പ്രോസസ്സസ് മാനേജ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. പല്ല് മാത്രമല്ല, ഡമ്മിയായിട്ടുള്ള നാവ് പൃഥ്വിരാജിന്റെ ഒറിജിനൽ നാവിന്റെ മുകളിൽ വെച്ച് അതിന്റെ മുകളിലാണ് മേക്കപ്പ് ചെയ്തത്. ആ നാവിന് ഡാർക്ക് മേക്കപ്പും അവയുടെ വേരിയേഷൻസും കൊടുത്തത് കൊടും ചൂടിലുണ്ടാകുന്ന വായുടെ വരൾച്ച ചിത്രീകരിക്കാൻ സഹായിച്ചു. ഇതും കഥാപാത്രത്തിനെ റിയലിസ്റ്റിക് ആക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പല്ലിന്റെയും വായുടെയും ട്രാൻസ്ഫോർമേഷൻ ഫിസിക്കലായ ഒരു കാര്യം മാത്രമല്ല, മറിച്ച് നജീബ് അനുഭവിച്ച ദുരിതങ്ങളുടെ സിംബൽ കൂടിയാണ്. ഇനി ഈ ആടുജീവിതം എന്ന സിനിമയ്ക്ക് ഓസ്കാർ അർഹിച്ചതായിരുന്നോ എന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം.